ചുവരെഴുതാൻ പോയ പള്ളി ദറസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂരിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളി ദറസിൽ അധ്യാപകൻ പരാതി ഇന്നലെ തന്നെ മേപ്പയൂർ പോലീസിൽ നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. സന്തോഷ്, സുരേഷ് എന്നിവരാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഞങ്ങളെ ക്യാമ്പസിലൊരു പരിപാടിയായിട്ട് അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം ഞങ്ങൾ മതിൽമ ഒരു എഴുതാൻ പോയി, പോസ്റ്റർ എഴുതാൻ പോയതാണ്. അപ്പോൾ അന്ന് ഉച്ചക്ക് വൈകുന്നേരമായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ പോലെ വിട്ടുപോയി സമ്മതിച്ചതാണ്. രാത്രി വന്നോളി നിങ്ങൾക്ക് വരക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി ചെന്ന് രാത്രി സമ്മതം ചോദിക്കാൻ വേണ്ടി അവർ വീട്ടിൽ കയറിയതാണ്. അപ്പോൾ ഓലെ വീട്ടിൽ കയറിയപ്പോൾ ഓലെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അവർ കുറെ എന്തൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചത് പറഞ്ഞാൽ കുറച്ച് വർഗീയമായിട്ട് സംസാരിച്ചത്, പിന്നെ ഇസ്ലാമികപരമായും ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് യുദ്ധങ്ങൾ തമ്മിലുള്ള ഓരോ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ തീർന്ന് ഞങ്ങൾ ഇറങ്ങി. വർഗീയമായിട്ട് സംസാരിച്ചു പറഞ്ഞാൽ മോശമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും അവരെ ഇതിനെ പൊക്കി പറയാം. അങ്ങനെ പിന്നെ ഇസ്ലാമിനെ തരം താഴ്ത്തിയെന്നല്ല, എന്നാലും അതുപോലെ തന്നെ നമ്മളെ അടിച്ചമർത്തുന്ന ഒരു ശൈലിയിൽ വർത്താനം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് കൃത്യമായ ഉത്തരം നൽകി. ഓരോ സംശയമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉത്തരം നൽകി. എന്നിട്ട് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോന്നപ്പോൾ ഒരു കുട്ടീനെ വിളിച്ച് ഓനൊറ്റക്ക് കൊണ്ടുപോയിട്ട് ഓനെ തോളത്ത് കൈയിട്ടിട്ട് കൊണ്ടുപോയിട്ട് ഓനെ മർദ്ദിക്കാൻ തുടങ്ങി. ലാസ്റ്റ് തടുത്തിർത്താൻ പോയപ്പോഴേക്കും അടിച്ചു. സന്തോഷം ഒരാളാണ് അടിച്ചത്. കൂടെ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അയാളാണ് ഈ ചോദ്യങ്ങൾക്ക് കൂടെ തുടക്കം കുറിച്ചത്. ഇയാളുടെ വീട് സന്തോഷിന്റെ വീടായിരുന്നു. സന്തോഷിന്റെ വീട്ടുമുറ്റത്തെ സംഭവം. ഓനെ തല്ലാണ്ട് ഞാൻ തടുക്കാൻ പോയതാണ്. അപ്പോൾ മൂപ്പര് മുഖത്തൊക്കെ അടിച്ചു. എന്റെ പുറം ഭാഗത്ത് നല്ല അടിച്ചു. കയ്യിലൊരു ഇരുമ്പിന്റെ ഒരു വളമായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ ചിരിച്ചു. പിന്നെ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട്? അവിടുന്ന് പിടിവിട്ടെന്ന് കണ്ടപ്പോ ഞങ്ങള് നാലാളുണ്ടായിരുന്നു. 4 കൂടി ഓടി. ഇപ്പൊ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ കയറി. അപ്പൊ അവിടുത്തെ ഒരു കാക്കിന്നാത്തി പിന്നെ വഴി കൂടെ ഒരു സ്കൂട്ടർ പോയൊരു കാക്കുണ്ടായിരുന്നു. ഓലും ഇവരെ പിടിച്ചിരുത്തി. അങ്ങനെ ഞങ്ങൾ ആ കടന്റെ ബാക്കിൽ കൂടെ ചെറുവണ്ണൂർ കവലേക്ക് എത്തി. അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേനും പോലീസ് വന്ന് ഇവരെ വീട്ടിൽ പോയി. അല്ലെങ്കിൽ ഞങ്ങൾ ജീവൻ പോയി തന്നെ കരുതിയത്. കാരണം അവർ അത്രയും ഒരു മർദ്ദനത്തിന്റെ രീതിയിലായിരുന്നു. കാരണം ഇയാൾക്കൊരു ബോധമില്ലാതെ ദേശത്തില് പോലീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ നിലവില് അന്വേഷണം നടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അധ്യാപകർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജിലാണല്ലോ അല്ലേ? വാർഡിലേക്ക് മാറ്റിയോ? ഇല്ല. മറ്റേ കൂടെയുള്ള മർദ്ദനേറ്റ മറ്റേ ആളെ സിനാനോ? മുഹമ്മദ് ഉനീസ്. അയാളും ആശുപത്രി തന്നെയാണ്. അയാളെ മുഖത്തിന്റെ ഈ താടിലിന്റെ ഭാഗത്തും കയ്യിനും കാലിനൊക്കെ പരിക്കുണ്ട്. ENTയില് അദ്ദേഹത്തിന് പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളാണ് ആദ്യം കൊണ്ടുപോയി അടിച്ചത്. ഈ സന്തോഷം എന്ന് പറഞ്ഞ ആള് അയാളാദ്യം തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി മൂപ്പരെ കൈകാര്യം ചെയ്തു. അത് തടയാൻ പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. സംസാരിച്ചപ്പോ ഒരു RS പ്രവർത്തകരായിട്ടെല്ലാം തോന്നി. അങ്ങനെ ഈ സന്തോഷം എന്ന് പറഞ്ഞ ആൾ ആദ്യം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കെതിരെ ഈ സുരേഷ് എന്നുള്ള സുര എന്നുള്ള അയാളായിരുന്നു ഞങ്ങളോട് ആദ്യം ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഈ സന്തോഷം എന്നുള്ള ഞങ്ങൾ സപ്പോർട്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെ വിളിച്ചയറ്റിട്ടാണ് ഇത് ഞങ്ങൾ മർദ്ദിച്ചത്. ആദ്യം അനുമതി തന്നിട്ട് പിന്നീട് വൈകിട്ട് പിന്നെ പ്രശ്നം. എന്തായാലും മർദ്ദനമേറ്റ 2 പേരും ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മേപ്പയൂർ പോലീസിലെ സ്ഥാപനത്തിന്റെ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഇതുവരെയും കേസെടുത്തിട്ടില്ല. CA വന്നതിന് ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് മേപ്പയൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.